നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 20 വ്യാഴാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫോളോ ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ആശ്വാസവും സന്തോഷവും പകരുന്ന വൻതോതിലുള്ള ഓണസമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും സന്തോഷ വാർത്തയായിട്ട് 4500 രൂപ ബോണസും ഒപ്പം 2000 രൂപയുടെ ഓണം അഡ്വാൻസും വിതരണം ചെയ്യും. കൂടാതെ നാടിൻ്റെ നന്മയ്ക്കായിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന താഴെത്തട്ടിലുള്ള ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ട് ആശാപ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 1450 രൂപ വീതം പ്രത്യേക സാമ്പത്തിക സഹായമാണ് നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ട് ഓണക്കാലത്ത് 1200 രൂപ വീതം ആശ്വാസധനം നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കും. ഇതുമാത്രമല്ല, വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കാനും കർഷകരെ ഏറെ ആശ്വസിപ്പിച്ചുകൊണ്ട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള കുടിശ്ശിക തുക അടിയന്തരമായിട്ട് അനുവദിക്കാനും സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ അംഗനവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും മറ്റ് കുടിശ്ശികകളും തീർപ്പാക്കുന്നതിനായിട്ട് മാത്രം 34 കോടി രൂപ കൂടി പ്രത്യേകം അനുവദിച്ചതിനൊപ്പം തന്നെ പാചക തൊഴിലാളികൾക്ക് പുതുക്കിയ നിരക്കിലുള്ള ഉയർന്ന തുക തന്നെ ഈ ഓണക്കാലത്ത് ലഭ്യമാക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ധനസഹായം കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാർ 24ാമത്തെ ഗഡു ഉൾപ്പെടെ വരും വർഷങ്ങളിലെ ആനുകൂല്യങ്ങൾ അത് തടസ്സമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അടുത്ത 5 വർഷക്കാലത്തേക്ക് ഏകദേശം 3.15 ലക്ഷം കോടി രൂപയുടെ ഭീമമായിട്ടുള്ള തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പദ്ധതി മുടങ്ങിപ്പോകാതിരിക്കാനും എല്ലാ കർഷകർക്കും ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളും കൃത്യസമയത്ത് തന്നെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമാണ് കേന്ദ്ര സർക്കാർ ഈ തുക മുൻകൂറായിട്ട് തന്നെ ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ആനുകൂല്യം അത് തുടർന്നും ലഭിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് KYC അഥവാ മസ്റ്ററിംഗ് പ്രക്രിയ കൃത്യമായിട്ട് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തവരാണെങ്കിൽ പോലും ആനുകൂല്യങ്ങൾ അത് തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഈ വർഷവും വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി പുതുക്കേണ്ടത് നിർബന്ധമാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ എത്തിച്ചേർന്നുകൊണ്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിവരങ്ങളൊക്കെ തന്നെ പുതുക്കാവുന്നതാണ്. നിലവിൽ രാജ്യവ്യാപകമായിട്ട് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ലെങ്കിലും കേരളത്തിൽ ഗ്യാസ് കണക്ഷൻ, സംസ്ഥാന ക്ഷേമ പെൻഷനുകൾ തുടങ്ങി വിവിധ മേഖലകളിലൊക്കെ തന്നെ ഈ KYC നിർബന്ധമാക്കിയിട്ടുള്ളതുപോലെ തന്നെ PM കിസാൻ ആനുകൂല്യങ്ങൾക്കും ഈ സംവിധാനം ബാധകമാണ്. ഇതിനു പുറമെ ഇതുവരെയായിട്ടും കർഷക ID എടുക്കാത്തവർ അത് എത്രയും വേഗം തന്നെ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ തന്നെ തുടർന്നുള്ള ധനസഹായങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ കർഷക ID നടപടികളും ഒക്കെ തന്നെ എത്രയും വേഗം പൂർത്തിയാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കായിട്ട് SBI ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ആശാ സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന സെപ്റ്റംബർ മാസം 4 തീയതി വരെയാണ് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ UG, PG, MBBS, MBA കോഴ്സുകൾ ചെയ്യുന്നവർക്കും IIT, IIM പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്നവർക്കും വിദേശ സർവകലാശാലകളിലൊക്കെ തന്നെ അഡ്മിഷൻ നേടിയവർക്കും എല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിവർഷം 15,000 രൂപ മുതൽ കോഴ്സുകൾക്കനുസരിച്ച് 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. 100 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതിയിലൂടെ രാജ്യത്തൊട്ടാകെയുള്ള 25,000 അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. റേഷൻ കാർഡിന് മുൻഗണനയൊന്നും തന്നെ ഇതിന് തടസ്സമല്ല. പൂർണ്ണമായിട്ട് വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെയും കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ സ്കോളർഷിപ്പ് നൽകുന്നത് SBI ഫൗണ്ടേഷനാണ്. SBI ബാങ്കുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി സമയബന്ധിതമായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു ഗഡുവായിട്ടുള്ള 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ പെൻഷൻ ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 മാസത്തെ ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമെന്ന രീതിയിലൊക്കെ തന്നെ ആദ്യം ചില സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അത് പ്രധാനമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഓണക്കാലത്ത് 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി പിന്തുടർന്നുകൊണ്ടാണ് ഇത്തവണയും അത്തരത്തിൽ 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ചില വാർത്തകൾ പുറത്തു വന്നത്.
എന്നാൽ അതിലൊരു സ്ഥിരീകരണത്തിനായിട്ട് നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നതോടുകൂടി അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. പെൻഷൻ തുക ലഭിച്ചവർ അക്കാര്യം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പെൻഷൻ കാത്തിരിക്കുന്നവർ കൂടി ഒരു ആശ്വാസമായി മാറും. പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ബാങ്കിലേക്ക് തുക കൈമാറി എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക ഉടൻ തന്നെ എത്തുന്നതാണ്. ഇതുവരെ പണം ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ തന്നെ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തിച്ചു നൽകുന്നവർക്കുള്ള തുകയും അത് സർക്കാർ പൂർണ്ണമായിട്ടും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഓണം പ്രമാണിച്ച് വിതരണം വേഗത്തിലാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്ന 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഇതിനായിട്ട് സംസ്ഥാന സർക്കാർ തങ്ങൾ നൽകേണ്ട തുക അത് അനുവദിക്കുകയും അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഈ തുക നേരിട്ട് നിക്ഷേപിക്കുന്നതായിരിക്കും. നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ഈ മാസം പെൻഷൻ തുക മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ്. മസ്റ്ററിങ്ങിന് ഇനിയും ഒരു മാസത്തോളമൊക്കെ തന്നെ സമയപരിധി ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ ധൃതി പിടിച്ച് ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി തിരക്ക് കൂട്ടേണ്ടതില്ല. ഓണത്തിന് ശേഷം സാവകാശം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും. അക്ഷയ കേന്ദ്രങ്ങളിൽ 30 രൂപയും കിടപ്പ് രോഗികൾക്കായിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള ഹോം മസ്റ്ററിംഗ് ചാർജായിട്ട് 50 രൂപയുമാണ് ഫീസായിട്ട് ഈടാക്കുന്നത്. വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്ന സംവിധാനവും അത് പൂർണ്ണമായിട്ടും കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് മാത്രമാണുള്ളത്. വ്യാജമായിട്ട് കിടപ്പ് രോഗികളാണെന്ന് കാണിച്ചുകൊണ്ട് ഹോം മസ്റ്ററിംഗ് നടത്തുന്നവർക്കെതിരെ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രം ജീവനക്കാർ വീടുകളിലെത്തി പരിശോധിക്കുമ്പോൾ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ വിവരങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇത്തരം അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരിക്ക് വില കൂട്ടി എന്ന രീതിയിൽ നടക്കുന്നത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്. നിലവിൽ 2 തരം അരിയാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. പോഷകക്കുറവ് പരിഹരിക്കാനായിട്ട് അയണും വിറ്റമിൻ ബിയും ചേർത്ത കേണലുകൾ ഉൾപ്പെടുത്തിയ ഫോർട്ടിഫൈഡ് റൈസ് കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ട് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഓണക്കാലത്തോടനുബന്ധിച്ചുകൊണ്ട് 26 രൂപ നിരക്കിൽ പുതിയ തരം അരി വിതരണം ചെയ്യുന്നത്. പിങ്ക് കാർഡുകാർക്ക് 3 കിലോയും നീലവെള്ള കാർഡ് ഉടമകൾക്ക് 10 കിലോ വരെയുമാണ് ഈ അരി നൽകുന്നത്. സപ്ലൈകോയിൽ നിന്നും മറ്റും സാധാരണ വാങ്ങാറുള്ള പെട്ടെന്ന് വേവുന്ന ടൈപ്പ് അരിയാണിത്. അതിനാൽ തന്നെ കുക്കറിൽ വേവിക്കുമ്പോൾ വേവ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും റേഷൻ വ്യാപാരികൾ ഉപഭോക്താക്കളെ അറിയിക്കുന്നുണ്ട്. നിലവിൽ 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്ന സ്പെഷ്യൽ അരിയും സാധാരണ വിഹിതവും തടസ്സമില്ലാതെ തുടരുമ്പോഴാണ് പൂർണ്ണമായും 26 രൂപ നിരക്കിലുള്ള അരി കൂടി കൂടുതലായിട്ട് അധികമായി നൽകുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ഇത്രയധികം റേഷൻ വിഹിതം നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഓഗസ്റ്റ് മാസത്തിൽ വെള്ള കാർഡ് ഉടമകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിലുള്ള 10 കിലോ അരിയും 26 രൂപ നിരക്കിലുള്ള 10 കിലോ അരിയും 2 കിലോ ഗോതമ്പ് 4 പാക്കറ്റ് ആട്ട 1/2 ലിറ്റർ മണ്ണെണ്ണ എന്നിവയും ലഭിക്കും. നീല കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം അരിക്ക് പുറമെയായിട്ട് സ്പെഷ്യൽ അരി, ഗോതമ്പ്, ആട്ട 26 രൂപ നിരക്കിൽ 10 കിലോ അരി എന്നിവയൊക്കെ തന്നെ ലഭ്യമാണ്. ഇതിന് പുറമെ സപ്ലൈകോ വഴി 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാവുന്നതാണ്. അടുത്ത മാസത്തെ സബ്സിഡി വിഹിതം കൂടി അഡ്വാൻസായിട്ട് ഈ മാസം തന്നെ വാങ്ങാനുള്ള സൗകര്യവും സർക്കാർ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾ കൂടാതെ സപ്ലൈകോയിൽ നിന്നും വലിയ വിലക്കുറവിൽ പ്രത്യേക ഭക്ഷ്യ കിറ്റുകളും ലഭ്യമാണ്. 400 രൂപ വിലയുള്ള സാധനങ്ങളടങ്ങിയ സിഗ്നേച്ചർ കിറ്റ് 229 രൂപ നിരക്കിലും 1250 രൂപ വിലയുള്ള അത്തം കിറ്റ് 1000 രൂപയ്ക്കും 1700 രൂപയോളം വിലയുള്ള ഉത്രാടം കിറ്റ് 1500-നും 2000 രൂപ വില വരുന്ന തിരുവോണം കിറ്റ് 1550-നും വാങ്ങാൻ സാധിക്കും. അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടുന്ന ഈ കിറ്റുകൾ ആർക്കും സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത മാസത്തെ റേഷൻ വിഹിതവും കിറ്റുകളിലെ അരിയും കൂടി കണക്കാക്കിയാൽ ഒരു വെള്ളക്കാർഡ് ഉടമയ്ക്ക് മാത്രം 50 കിലോയോളം അരി ഈ സമയത്ത് ലഭിക്കുന്നതാണ്. കൂടാതെ ഹോർട്ടികോർപ്പ് വഴി കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച പച്ചക്കറികളുടെ ചന്തകളും വിപണിയിൽ ഇപ്പോൾ സജീവമാണ്. ചുരുക്കത്തിൽ റേഷൻ കടകളിലെ ചെറിയ തിരക്ക് സഹിച്ചാൽ പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ പെടാതെ വലിയ തുക ലാഭിച്ച് ഓണം ആഘോഷിക്കാനായിട്ട് ഈ സൗകര്യങ്ങൾ ജനങ്ങളെ സഹായിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച ഓഗസ്റ്റ് 19-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 14,205 രൂപയും പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറക്കാതെ ഫോളോ ചെയ്യുക.